wonders of a propaganda movie. I am sure that I agree with their argument that it's not for propaganda, but it's simply to, spread poison in a community, in a society. When you say it's a septic tank movie, the allegation of the filmmakers, sir, is that love jihad is a widespread conspiracy. Let's leave the Hi guys, welcome back. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. എന്നാൽ ചില പുന്നാര മക്കളുടെ ഞരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ചാണകവും ഗോമൂത്രമാണ്. അങ്ങനെയുള്ളവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ലടേ. ഞാൻ ഈ കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് ഇതുപോലെ ചാണകം മെഴുകുകളായിട്ടുള്ള കുറേ എണ്ണത്തിന്റെ കമന്റ് ഉണ്ട്. ഞാൻ കുറേ നാൾ കൂടിയാണ് എൻ്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഞാൻ തെറി പറയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സർക്കാസം അടിച്ച് വിടാറേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിലുള്ള വർത്തമാനം പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലത്തെ കുറേ എണ്ണത്തിന്റെ കമന്റ്സ് എടി തീവ്രവാദികളാണ് നമ്മുടെ നാട്ടിൽ ഈ ഉള്ളതെന്നുള്ള ആലോചിക്കുന്നത്. പറയുമ്പോൾ എന്താ 100% ലിറ്ററസി. 100% എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 99.9%. ബാക്കിയുള്ളതിൽ ഇതുപോലെ കുറെ കീടങ്ങളുണ്ട്. മറ്റേ ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ കാണത്തില്ല, ടിങ്കു മിങ്കു എന്ന് പറയുന്ന 2 കീടാണുക്കള്. അതുപോലെ കുറെ എണ്ണങ്ങളുണ്ട്. സീരിയസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ, ഇവന്മാര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നില്ല എമ്പുരാൻ. എന്തുകൊണ്ട് 10-24 വെട്ടുകൊടുത്തു? അതിനകത്ത് സത്യം പറഞ്ഞതുകൊണ്ട് BJPയുടെ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് മൂഞ്ചിപ്പോന്നും പറഞ്ഞാണ് അതൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയായിട്ട് കാണാൻ എന്തേ നിങ്ങൾക്ക് പറ്റിയില്ല? പിന്നെ ഈ പറഞ്ഞ ജനനായകൻ സിനിമയ്ക്ക് സ്റ്റേ കൊടുത്തേക്കുന്നത് ഇതൊക്കെ എന്താണ്? എന്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല? പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരള സ്റ്റോറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ കാര്യം പറയുന്ന പോലെ നിങ്ങൾക്ക് 2 തന്തയുണ്ടെന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറയുന്ന സയന്റിഫിക്കലി പോസിബിൾ അല്ല, പക്ഷെ നിങ്ങൾക്ക് 2-3 തന്തയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പടച്ചിറക്കുകയാണ്. അപ്പോഴും നിങ്ങൾ പറയും സിനിമയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, കിടിലമാണ്, എനിക്ക് 2 തന്തയുണ്ട് കേട്ടോ, സൂപ്പറാ കിടിലെന്നും പറഞ്ഞുകൊണ്ട് കൈ കൊട്ടി നിങ്ങൾ ചിരിക്കുമോ? അത്രേ ഉള്ളൂ. കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെയൊക്കെ നോർത്തിൽ കുറെ ചാണകം തീനികളുടെ കുറെ എണ്ണത്തിന്റെ പടച്ചു വിടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് കേരളത്തിന്റെ പേര് ചേർത്താലേ അവർക്ക് പറ്റുള്ളൂ. എന്റെ പൊന്നോ. പ്രൊമോഷൻ വന്നിട്ട് പറഞ്ഞേക്കുന്നതും പിന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നോർത്തിലൊക്കെ ഇപ്പം മീഡിയാസ് കേരളത്തിനെ അങ്ങ് തീർത്ത് കളയാനുള്ള രീതിയിൽ എന്നെ പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. മോദി മീഡിയ. മോദി മീഡിയ ആണ് അവിടെ ഇപ്പം പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കുറെ നാളുകളായിട്ട് ഇവന്മാർക്ക് ചാണകം ഇങ്ങോട്ട് നിറയ്ക്കാൻ പറ്റുന്നില്ല. ആ ചാണകം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പേര് മൊത്തത്തിൽ അടച്ചു തീർക്കാനെ കൊണ്ടുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാര്. ഇപ്പം നമ്മുടെ കേരള എന്നുള്ളത് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പേര് മാറ്റുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ സർക്കാസ്റ്റിക് എസ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിനകത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിടേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനോട് ഇത്രയും വെറുപ്പും വിദ്വേഷമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കുറെ തീവ്രവാദികൾ. എന്താണ് അവന്മാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വിവരം ഇല്ലാത്തവന്മാരാണ്. അവന്മാരെയൊക്കെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മറ്റേ ഈ പറയുന്ന കുറച്ച് ചാണകവും വേറെ കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ അവന്മാരുടെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരങ്ങനെ ഇരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലടേ. ഇനി ഇത് കഴിഞ്ഞിട്ട് സിനിമയായി കാണണമെന്ന MT രമേശ് സിനിമയായിട്ട് കാണണം. അങ്ങനെയെങ്കിൽ ജെട്ടിയായിട്ട് എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്? കാര്യം പട്ടാൻ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കിനും നിങ്ങൾ മറ്റേ ബിക്കിനിക്ക് കാവി കളർ വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തേ നിങ്ങൾക്ക് പറ്റിയില്ല? എന്റെ പൊന്നോ, ഓന്ത് സൈഡിൽ മാറി ഇവരോടൊക്കെ ഈഗോ അടിച്ച് കരയാണ് കേട്ടോ. കാര്യം ഓന്തിന് പോലും ഇങ്ങനെ നിറമാറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് കേരള സ്റ്റോറി ഹൈക്കോടതി കാണും. യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് ശരിയല്ല, കേരളത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കും, ജനങ്ങളുടെ ആശങ്ക കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇതിൽ ഇടപെട്ടതാണ്. അപ്പൊ ഈ പറയുന്ന ഈ പടത്തിന്റെ പ്രൊഡ്യൂസറും ഇവന്മാരൊക്കെ വന്ന് കാണിക്കുന്നത്, അതായത് നമ്മുടെ ജുഡീഷ്യറിയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് ഇവന്മാർ മാറിയിട്ടുണ്ട്. അതിന്റെ ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. വിവാദ ചിത്രം കേരള സ്റ്റോറി ഹൈക്കോടതി കാണുന്നതിനെ എതിർത്ത് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ. സിനിമ കണ്ട് വിലയിരുത്താനുള്ള മേൽനോട്ട അധികാരം ഹൈക്കോടതി ഉപയോഗിക്കരുതെന്ന് മറുപടി സത്യവാങ്മൂലം. ഹൈക്കോടതി സിനിമ കണ്ട് വിലയിരുത്തുന്നത് സെൻസർ ബോർഡിന് പകരമാവില്ല. ചിത്രം വിലയിരുത്താനുള്ള ഏക അധികാര കേന്ദ്രമാണ് സെൻസർ ബോർഡെന്നും വിദഗ്ധർ കണ്ട് വിലയിരുത്തിയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയതെന്നും വിപുൽ അമൃത്ലാൽ ഷാ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, കോടതി ഇടപെടലെന്നാ? ജുഡീഷ്യറിയോട് ഇതിനകത്ത് ഇടപെടലെന്ന് പറയാൻ आपका बाप का देश है ये नहीं, ये हमारा देश है. ഹിന്ദിയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഹിന്ദിയിൽ കുറച്ച് തെറികൾ അങ്ങോട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് വെക്കുക. ഞാനിതൊക്കെ പിൻ ചെയ്തൊക്കെ അവന്മാർക്കിട്ട് കൊടുക്കാനെ കൊണ്ട് നമ്മുടെ അതായത് ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കണം. കോടതി ആരാ ഇതിനകത്ത് ഇടപെടാനെന്ന്? പ്രദർശനാനുമതി നേടിയാൽ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകിയാൽ അത് സിനിമ ഭരണഘടനാ തത്വങ്ങൾ പാലിച്ചു എന്നാണ് അർത്ഥം. സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ പ്രഥമ ദൃഷ്ട്യാ പിഴവില്ലെങ്കിൽ സിനിമ സ്റ്റേ ചെയ്യാനാവില്ല. ടീസർ
എടേ അങ്ങനെയെങ്കിൽ എടേ എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്ക് കുറെ വെട്ടും കുത്തും ഒക്കെ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? അത് ഈ പറഞ്ഞ സെൻസർ ബോർഡിൽ ആദ്യം ഈ പറഞ്ഞ സാധനം ഇറക്കിയിട്ട് പിന്നീട് വലിയ പ്രശ്നമായിട്ട് കട്ടും കുത്തും സാധനങ്ങളൊക്കെ ആയിട്ട് എന്തോന്നായിരുന്നു ഇത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജനനായകന് സ്റ്റേ വെച്ചേക്കുന്നത്? എന്തോന്നടേ ഇത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി സിനിമ കാണുന്നതിനെ നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ എതിർക്കുകയാണ്. ഹൈക്കോടതി നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടാധികാരം ഉപയോഗിക്കരുത് എന്ന ആവശ്യം മറുപടി വാദമായി തന്നെ നിർമ്മാതാവ് ഉയർത്തുന്നത്. സിനിമ ഹൈക്കോടതിയുടെ മേൽനോട്ട അധികാരം, നോട്ട് ദ പോയിന്റ്, അധികാരം ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അവന്റെ തന്തയുടെ വകയാണ് ഈ രാജ്യം, ഈ ജുഡീഷ്യറി. കോടതിയോട് പറയാനും മാത്രം ഇവൻ ആരടി? കോടതി ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, ഇത് ഇടപെടാൻ പാടില്ലെന്ന് പറയും. ഇവൻ ആരിവൻ? ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തെ താറടിച്ച് കാണിക്കുക, എന്നിട്ട് കേരളത്തിനകത്തിരുന്നു കൊണ്ട് ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കൊണക്കി നീക്കുക. ഞാൻ നല്ല വർത്താനം പറയും, കണ്ണടിച്ചു പോയി തെറിയാൻ പറയും, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇതിനകത്ത് വന്നിട്ട് ഇമാതിരി കേരള സ്റ്റോറിക്ക് ജയിന്ന് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞത് വിചാരിച്ചാൽ മതി. നിനക്കൊക്കെ 2-3 തന്ത ഉണ്ടെന്ന് പറഞ്ഞൊരു പടം ഇറക്കി ഇടുമ്പോൾ അപ്പോഴും ഇത് കീ ജയിന്ന് പറയണം. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞ് ഇമാര് പ്രൊമോഷന് വന്ന് കാണിച്ചിരുന്ന കുറച്ച് പരിപാടികളുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. സ്റ്റോറി 2ാം ഭാഗത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ലവ് ജിഹാദിനിരയായവർ എന്ന പേരിൽ 38 പേരെയാണ് അണിയറക്കാർ ഇന്നലെ ഹാജരാക്കിയത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഇവർ പറയുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതിരിക്കെ കേരള സ്റ്റോറി എന്ന പേര് എന്തിനു നൽകി എന്നതാണ് ചോദ്യം. पहली बार जब हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है। हमको ये बताना था कि सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है। सर इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ हम लेके नहीं आए क्योंकि पिछली बार विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए, इसकी वजह से इस बार नहीं लेके आए। കേരള സ്റ്റോറിയുടെ 1ാം ഭാഗത്തിനാണ് കേരള ബന്ധമെന്ന് സംവിധായകനും നിർമ്മാതാവും സമ്മതിച്ചു. എന്നാൽ കേരള സ്റ്റോറി 2-നകത്ത് കേരളത്തിന് ബന്ധമില്ലെങ്കിൽ നിന്റെ തന്തയുടെ പേരിടുക പുന്നര മക്കളെ. അക്ക ബാപ്ക നാം ഫിലിം കേലിയെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു കൊടുക്ക്, അത് അങ്ങനെ ഇടണമായിരുന്നു. ഓക്കെ, അല്ലാതെ ഇങ്ങനെയല്ല. പിന്നെ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി 1ന്റെ ഇത് കാര്യം പറയുമ്പോഴത്തേക്കിന് എത്ര 10-30 സംതിങ് എത്ര പേര് എണ്ണം പറഞ്ഞായിരുന്നു. എന്ത് അത്ര ആൾക്കാരെ കണ്ടില്ലായിരുന്നല്ലോ. ന്യൂനപക്ഷമായിട്ട് ഇങ്ങനത്തെ ചില സാധനങ്ങൾ ഇല്ലാന്നൊന്നും പറയുന്നില്ല. 1-2 കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നും പേരുടെ ഇവന്മാരെ പറഞ്ഞ് കയറ്റിയേക്കുന്ന കണക്ക്. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലവ് ജിഹാദ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ലോകം മൊത്തം വ്യാപിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം വ്യാപിച്ചത് നമ്മളാണല്ലോ ഇത് പടച്ചു വിട്ടിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് നിങ്ങൾ നോക്ക്. ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിരുന്നു. നോർത്തിൽ ഒരു ക്ഷേത്രത്തിൽ, ഒരു മുസ്ലിം പള്ളിയിൽ ഇവന്മാരെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അത് തല്ലി തകർക്കുന്ന കുറെ പരിപാടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. അന്ന് നമ്മുടെ നാടിന് തന്നെ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും അങ്ങനെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ. സീരിയസ്ലി. പിന്നെ ഈ പറയുന്ന BJP എന്ന് പറയുന്നത്, പിന്നെ എന്താണെങ്കിലും അത്യാവശ്യം ബുദ്ധി വിവരം ഉള്ളവന്മാരാരും BJPയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചാണകത്തിൽ പോയി ചവിട്ടാൻ നിൽക്കില്ല. അല്ലാത്ത ആൾക്കാർ പോയി നേരെ അതിനകത്ത് പോയി ചാടും. പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ എന്തിന് അപമാനിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. Sir, Kerala is number 1 in education and health. Yes, I just said you are insulting Kerala. No, not at all. But you produce the ladies from Maharashtra, Rajasthan, Bihar. But sir, in Supreme Court, but the sender itself submit there is no love jihad. You are against the Supreme Court. No, it's not about Supreme Court. The court के judgment में लिखे हुए हैं, observations में लिखे हुए हैं. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു നിർമ്മാതാവ് വിപുൽ ഷായുടെ മറുപടി. If you are going to be blind towards a problem in your state, which is a wonderful state, you are destroying the state. You are responsible, not us. കേരള അതായത് നമ്മുടെ സ്റ്റേറ്റിന്റെ കുഴപ്പമാണെന്നുള്ളതാണ് ഈ തന്തയില്ലാത്ത വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരെ ചൂത്തി അരെ ബേഞ്ചോത്ത്, തുമാരെ ബാപ് കാ സ്റ്റോറി ഹേ, തുമാരെ ബാപ് കാ റിയൽ സ്റ്റോറി ഹേ, അങ്ങനെ അങ്ങ് പറഞ്ഞു വേണ്ട പടച്ചു വിടാനൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ തുടക്കത്തിൽ കാണിച്ചില്ല, മറ്റേ സർക്കാസ്റ്റിക്കസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിനകത്ത് കുറെ നോർത്ത് ഇന്ത്യയിലെ കുറെ തന്തയില്ലാത്തവന്മാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവന്മാർക്ക് കേരള എം ചേർത്ത് ഭയങ്കര സന്തോഷമായി, പക്ഷേ റിയൽ സ്റ്റോറി കാണിക്കുമ്പോൾ അവന്മാർക്ക് ഒക്കുന്നില്ല എന്നുള്ളത്. ഇവന്റെയൊക്കെ തന്തമാരുടെ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ, ഇവന്മാരുടെ തന്തമാരുടെ റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ട് ഇവന്റെയൊക്കെ തന്തയുടെ പേര് വേണ്ട ഇതുപോലെ ഈ പടത്തിന് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റിന്റെ പേരാണോ ഇടേണ്ടുന്നത്? എനിക്കറിയാം കുറച്ച്
ലാംഗ്വേജ് കുറച്ച് ഇതായി പോകുന്നുണ്ട്, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ കമന്റ് ബോക്സ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത്. കാര്യം നമ്മുടെ കേരളത്തിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ ഇങ്ങനെ കീറി മുറിക്കുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന കുറേ ആൾക്കാർ. നമുക്ക് ഇവന്മാർ ഇത് പറയുന്നുണ്ടല്ലോ കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണ് അതെന്ന് പറയാം. മണിപ്പൂർ കലാപം നടന്നതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ചരിത്രങ്ങൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ ഒക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വന്ന് റിയൽ സ്റ്റോറി ആക്കിയിട്ട് ഓരോ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ നാട്ടിനകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പം കേരളം എന്നെ എവിടെ കിടക്കും? കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ പ്രശ്നമാണ്. മുസ്ലിംസും ഹിന്ദുക്കളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിയും വഴക്കാണ് അല്ലേ, അപ്പം അടിയും വഴക്കുമാണ്. പക്ഷെ എൻ്റെ പൊന്നോ, ഇനിയും ഇത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ കുറേ മോദി മീഡിയാസ് ഇതുപോലെ ഇത്തരത്തിൽ ഇവരുടെ ഒരു പ്രൊപ്പഗണ്ട കുറേ സാധനം അടിച്ചങ്ങോട്ട് ഇറക്കണം കേരളത്തിലെ അങ്ങ് ഇല്ലാണ്ടാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് പോയിട്ട് ഒരു കിഡിലെ സാധനം അടിക്കുന്നുണ്ട്. ഇത് സെപ്റ്റി ടാങ്ക് എന്ന് തന്നെ വിളിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതിലെ കുറച്ച് വിഷ്വൽസ് കാണാം. CPM MP John Britas joins us now. Mr. Britas, thank you so much for your time on NDTV. My first question to you, Kerala Story 2 makers were in Delhi today and they have said that you are blind to what is happening in the state of Kerala. Hundreds of girls are being trapped and that they've not made a propaganda movie. It's a reality that goes beyond Kerala now, and they're saying that it's a movie that shows the reality of Kerala. See, I'm at a loss to, respond to these remarks by the filmmakers. Earlier they had first edition, that is Kerala Story 1, wherein they said that, initially they had said that 33,000 hapless women have been converted to Islam, taken to Syria, Afghanistan, etc. Then it came out that it's only they are talking about 2 or 3 women. Even that were not substantiated. Now the trailer of the Kerala Story 2 says that force feeding of beef that is happening in Kerala. That is a trailer. Now they say it's a reality. I understand that they have brought in certain people to show that these are the real victims. But then they claim that these victims are from, say, Jammu, from Maharashtra, from Bihar, from Udaipur. And I have not seen anybody across Kerala. See, when they put a state like that, Kerala Story 2, and their intention is to demonize a section, that is a Muslim community, and to malign a state and tarnish the image of one of the front runners in social coexistence or peaceful coexistence. And it's not a propaganda movie, I am sure about it. It's a septic tank movie. It's beyond that, because propaganda also would have certain level of decency. Since it doesn't even have those contours of a propaganda movie, I am sure that I agree with their argument that it's not for propaganda, but it's simply to, spread poison in a community, in a society. When you say it's a septic tank movie, the allegation of the filmmakers, sir, is that love jihad is a widespread conspiracy. Let's leave the Kerala. ആ കണ്ണാടി വെച്ച നോർത്ത് ഇന്ത്യൻ മുണ്ടൊക്കെ അങ്ങോട്ട് പിടിച്ചില്ല, സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്. എൻ്റെ പൊന്നെ, അയ്യോ ലവ് ജിഹാദ് ആ സാധനമാണ്. സെപ്റ്റി ടാങ്ക് തന്നെയാണ്, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്ക് പറയാനുണ്ടെങ്കിൽ അതാണ് ഈ പടം. നീ കണ്ണാടി വെച്ചും കോട്ട് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ കൊണതാപ്പനാവുന്നില്ല, നീ ചാണകത്തിൽ തന്നെയല്ലേ ഇവനൊക്കെ ചവിട്ടി നിൽക്കുന്നത്. എൻ്റെ പൊന്നോ, എന്തായാലും ജോൺ ബ്രിട്ടാസ് മാൻ, സല്യൂട്ട് മാൻ, അത്രേ ഉള്ളൂ. സെപ്റ്റി ടാങ്ക് തന്നെ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്ക് വിളിക്കാണ്ട് അത്താണ്, അത് തന്നെയാണ് അല്ലേ? പിന്നെ എന്താണെങ്കിലും ഇവിടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ എന്തായാലും ഈ ഒരു പടം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അത് തന്നെയാണ് അവരുടെ സേഫ്റ്റിക്ക് നല്ലത്. കാര്യം ഈ കാരണവരൊക്കെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ BJP മൂഞ്ചും, ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ഇങ്ങനെ കേരളത്തിനെ കീറി മുറിക്കാനെ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ മലയാളികളിൽ ഈ പറയുന്ന BJP സംഘപരിവാർ ഇവരെല്ലാം കൂടെ കയറി ഒത്താശ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ബാക്കിയുള്ള ആൾക്കാർ പൊട്ടന്മാരാ. ബാക്കി കേൾക്കാം. Are you, the left and the Congress, reluctant to chastise radical Islam and such elements because you are afraid of losing the minority vote? The makers claim that they've even showcased women who were alleged victims. See, the other day only one title of a movie was brought into question in Supreme Court. I recollect that what was the statement, or rather what was that adjudication which came from the 2-judge bench of Supreme Court. On that Goose Core Pondit, it was something like the charge was that you are denigrating the Brahmin community. The Supreme Court bench said that
why should you denigrate a section of your society? There was a question asked by the Supreme Court. This is against the morality and public order. We will not allow you to release, retaining the same title. This was the remarks made by the Supreme Court. See, seeing the observation of the Supreme Court, what should somebody say about these sort of movies? And Love Jihad, see, these are all scripted propaganda that is happening to tarnish the state. I am asking this filmmaker, let him rely on substantive data either from the registration department of Kerala or from the Home Ministry. Home Ministry is supposed to be the nodal agency to see through all that. And there is not even a single instance where you can say that there are a lot of forced conversions that are happening in Kerala. And I don't understand. He's at the same time he says that it's not a propaganda movie, and all these movies come when the elections are near the corner. And there was the Kerala Story first edition, which was actually propagated or promoted by none other than the Prime Minister. And this movie also, I'm sure about it, BJP or its leaders would come forward to promote that. And having said that, the trailer, which doesn't suit Kerala, I can tell you one thing, Vasudha, if the filmmakers were to have seen the counter that is going on the social media with regard to the teasers, they would have actually drowned themselves in holy Ganges. I'm seriously telling you. So the actress, after the first week was over, she's shouting at the filmmaker saying that, you see, why the hell you feed me only the beef? You should have brought me the paratha also. That was the level in which the counters are happening in social media. Anyway, I can tell you one thing. These sort of propagandas have been unleashed against the state of Kerala always at the behest of BJP. And this time also, when the elections are around the corner, maybe hardly a month or two, now we are expecting such poisonous content to be brought in. That is to make sure that there is a polarization created, not only in Kerala, but also elsewhere. ആ നോർത്തിൻ്റെ പുണ്ടയുടെ മുഖം വീടിയാകുമ്പോൾ പിറ്റേലിട്ട് ഓരേക്കണം. അതേപോലെ ആ പ്രൊഡ്യൂസർ, ഇവനൊക്കെ ജുഡീഷ്യറി വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് എന്തായാലും കിട്ടിയില്ല. അതായത് കുറച്ച് പൊറോട്ടയും കൂടെ കിട്ടിയാൽ ചാറും മുഖം നമ്മളെ അടിയും. അതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ നിന്റെയൊക്കെ നോർത്തിൽ ചാണകം വന്ന് നീയൊക്കെ തിന്നുമായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞോളൂ, ചാണകം തീറ്റിക്കുന്നതാന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരാൾ ഇതുപോലെ നിർബന്ധിച്ച് ചാണകം തിരിച്ചൊരു സാധനം പറ്റുവാണെങ്കിൽ ഞാൻ എവിടെയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോണിൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിലോട്ട് കൊടുക്കാവേ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് ഫണ്ട് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ഇതിൽ നിന്ന് ഫണ്ട് ഏറ്റവും കൂടുതൽ BJP വാങ്ങിയിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നട ഇത്. ബീഫ് കഴിക്കാന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണല്ലോ. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ പുണ്ടകളെല്ലാം കൂടെ കുറേ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് ഈ വിക്ടിംസിനെ ഇവിടെ ഇവന്മാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ വിക്ടിംസ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ നോർത്തിലെ കുറച്ച് എണ്ണത്തിന് അങ്ങൊന്നും ഇങ്ങൊന്നുമായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവന്മാർ ഈ പറയുന്ന സ്ക്രിപ്റ്റ് ഇവർക്ക് കൊടുത്ത് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പറയിച്ചാണോ എന്ന് അറിയത്തില്ല. ഇതിനകത്തൊരു ലേഡിയുടെ അടുത്ത് റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിക്ക് ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു മുസ്ലിം ആളുമായിട്ടൊരു വിവാഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രണയിച്ചിരുന്നു, പിന്നീട് മതം മാറ്റുന്നു, അങ്ങനെ ഇതൊക്കെയായി സീനായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വേറൊരു സാധനമുണ്ട്. പെൺകുട്ടികൾ ഇതുപോലെ പഠിക്കാൻ പോയി ജോലി വാങ്ങല്ല വേണ്ടത്, സനാതന ധർമ്മമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ആ ഒരു പോഷൻ മാത്രം ഇങ്ങോട്ട് വെക്കാം. കേരള സ്റ്റോറി है वो सच में रियलिटी है, कोई स्टोरी नहीं है. आज सुबह मैं आ रही थी, तभी एक पहले से ही लिखा होता है बेटी बचाओ बेटी पढ़ाओ. ये मालूम है क्यों है? पहले जो लड़कियों को मार डालते थे, लड़का चाहिए लड़की नहीं चाहिए, उसके लिए बेटी बचाओ बेटी पढ़ाओ. लेकिन बेटी बचाओ बेटी पढ़ाओ ये नहीं होना चाहिए. बेटी को पढ़ाओ, एजुकेशन जरूरी नहीं है. अभी बेटी को ये जरूरी है कि धर्म क्या है, सनातन धर्म क्या है, ये जरूरी है. उसके बाद वो बेटी बचेगी. क्योंकि एजुकेशन सिर्फ लड़कियों को ये दिखाता है कम पढ़ो, करियर बनाओ और पैसा कमाओ. तो पैसा किसी भी हद से कमाओ, किसी भी तरीके से कमाओ. नहीं, धर्म क्या है, हम किस धर्म के हैं. हमारा धर्म सनातन है, वो मजहब है, वो राक्षस है, हम भगवान के वंशज है.
समाज, हम धर्म पढ़ाएंगे बच्चों को, छोटे छोटे रहते तभी से, तो बेटी बड़ी होके उसको मजहब और धर्म का बेस समझेगा. അതായത് ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നരേന്ദ്രമോദി ഇതാക്കിയ ഒരു സ്കീം. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഇതിനകത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കുകയല്ല വേണ്ടുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് സനാതന ധർമ്മമാണ് ഇതുപോലെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇടേ ഇത് വർഷം 2026, നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ സിവിലിയൻസിന് ഈ പറയുന്ന സനാതന ധർമ്മം ഫീഡ് ചെയ്തുകൊണ്ട് തോന്നടേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് താലിബാനിൽ അത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് തല്ലാം അങ്ങനൊരു നിയമം കൊണ്ടുവന്ന പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും ശിലായുഗത്തിലോട്ട് പോവാണ് അവർ. അപ്പം നമ്മളുടെ ഇവിടെ എഡ്യൂക്കേറ്റഡ് ആവണം ആളുകൾ, അപ്പം മുന്നോട്ട് വരണം, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ വയ്ക്കുമ്പോഴത്തേക്കിന് ഇത് തോന്നടേ ഇത് ഇപ്പം ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊപ്പഗണ്ട മൂവി ആണെങ്കിൽ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് കാണും. പക്ഷെ ഇതും അതിനപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് ഈ പോയിസൺ അല്ലെങ്കിൽ ഇതിനെ സെപ്റ്റി ടാങ്ക് എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കേണ്ടത്. എന്താണെങ്കിൽ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ തോന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.